भैया न मरोड़ो मोरी दूंगी दूंगी गरे हटो जाओ जी सावरे सावरे जाओ सावरे गोपी ग्वाले देखने वाले गोपी ग्वाले देखने वाले बिन बेचारे कहेंगे सारे पकड़े राधा की छोरी सावरे सावरे जाओ सावरे सावरे काहे मुँह से करो जोरा जोरी भैया न मरोड़ो मोरी दूंगी दूंगी गरे हटो जाओ जी सावरे सावरे मुरली बजाओ गैया चराओ मुरली बजाओ गैया चराओ हमरे गैल छोड़ो है छेल मिलो जब आवे होरी सावरे 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 വെരി നൈസ് മോളോ, വെരി നൈസ്. സൂപ്പർ മോളെ, സൂപ്പർ സൂപ്പർ സൂപ്പർ. താങ്ക് യു. വൈഗ, എന്തോ ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസ് തകർത്തു. സൂപ്പർ. താങ്ക് യു. ഹരിച്ചേട്ടന്റെ ഒക്കെ സ്റ്റാൻഡിങ് ഓവേഷൻ അല്ലേ? എന്തോന്നു പറ. അയ്യോ എന്തോ ഞാൻ പൂക്കുറ്റി കാരണം കണ്ടില്ല ഹരിച്ചേട്ടനെ. അടി പൂക്കുറ്റി. പൂക്കുറ്റിയാണ് ഹരിച്ചേട്ടനെ കണ്ടില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഹരിച്ചേട്ടൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഹരിച്ചേട്ടനോട് തന്നെ ആദ്യം ചോദിക്കാം. ഹരിച്ചേട്ടാ, എന്ത് പറയാൻ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. സൂപ്പർ. താങ്ക് യു ചേട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്ര രസമായിട്ട് പാടി മോളെ. നല്ല സെലക്ഷൻ. യുവർ ചോയ്സ് വാസ് പെർഫെക്റ്റ്. താങ്ക് യു. വേറൊന്നും പറയാനില്ല. അപ്പൊ ഇതുപോലെ ഫൈനലിൽ പോവുക, പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ്. Thank you ചേട്ടാ. എന്താ ഈ പാട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ? ഇത് എനിക്ക് ഇഷ്ടമുള്ള പാട്ടാണ്. ഞാൻ പഴയ പാട്ടാണ്, പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം റീൽസിൽ എന്തോ കണ്ടപ്പോൾ ഇത് നോക്കിയപ്പോൾ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ പാട്ടിന് പറ്റിയൊരു റൗണ്ട് ഇതുവരെ കിട്ടിയില്ല. അപ്പം പിന്നെ യുവർ ചോയ്സ് എടുത്തങ്ങാലക്കി. ഓക്കെ, ശരത് സർ. മക്കളെ, എന്തോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. വേറെ നിനക്ക് ആദ്യം ആ ആകാരം ഒന്ന് ചെറിയ തോതില്ല, പക്ഷെ അത് ഒരു തവണ നന്നായിട്ട് വന്നു. അത് ടെൻഷനായിട്ടാണ്. ഒരു സെമി ഫൈനലിൽ ആർക്കാണെങ്കിലൊക്കെ ഒരു ചെറിയ പാളിച്ച വരാൻ മോളെ. അത് നിനക്ക് കണ്ണ് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല കാര്യമല്ലേ. നമുക്ക് അയ്യോ ഈ കൊച്ചു പാടിയ കണ്ടോ എന്ന് 4 പേര് പറയുമ്പോൾ പിന്നെ നമുക്ക് പാടാനേ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ദൃഷ്ടി അങ്ങ് പോകും. മറ്റേത് അത് ആ സംഗതി അങ്ങ് ചെറുതായിട്ടൊന്ന് ചളങ്ങിപ്പോയല്ലോ എന്ന് പറഞ്ഞാൽ അത് പോകും, രക്ഷപ്പെട്ടു. പക്ഷെ മോള് പാടി കേൾക്കാൻ നല്ല സുഖമായിരുന്നു. നല്ലൊരു സുഖമായിരുന്നു. ആ പ്രതിമധ്യമൊക്കെ അത് കൃത്യമായിട്ട് അളവോടെ അത് യൂസ് ചെയ്ത് അത് സുഖമായിരുന്നു അത് കേൾക്കാൻ. നീ അറിഞ്ഞൂടാതെ പാടിയേക്കുന്നത്. നീ ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ട് ചിരിച്ചേ ഉള്ളൂ. അത് ഏത് പോർഷനാന്ന് പറയാമോ മോളെ? ഇപ്പൊ ശരത്തേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ഒരു രാഗത്തിനുള്ള അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉള്ളത് അറിഞ്ഞൂടാ കൊച്ചിന്. അയ്യേ, 2 മധ്യമം വരുന്ന ഒരു സ്ഥലം. ഭയങ്കര രസമായിരുന്നു അത്. ഞങ്ങൾ ആഹാന്ന് പറയുകയും ചെയ്തു വിട്ടിരുന്നു. ഭയങ്കര രസമായിട്ട് പാടി. അത് അങ്ങനത്തെ ഒരു സാധനം ഉണ്ട് എവിടെയോ ഞാൻ കേട്ടത്. ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മോളെ ആദ്യം നോട്ട് ടച്ച് ചെയ്ത ഒരു സംഗതി. അതൊന്നും പല്ലവി പാടിയാൽ മതി. അവൾക്ക് തന്നെ അറിഞ്ഞുകൂടാതെ, ഇതൊന്നും അറിഞ്ഞുകൂടാതെ റീലും കണ്ട് അങ്ങ് പാടുക. പാടിയ മക്കളെ. സാവരേ സാവരേ ജാओ സാവരേ സാവരേ കാഹെ മുസെ കരോ ജോര ജോരി ഭയ്യാ ന മരോടോ മോരി. അത് തന്നെ. അത് ഭയ്യാ ന മരോടോ മോരി. അതൊക്കെ അറിയണ്ടേ. എന്തോന്ന് കൊച്ചാ നീ? പിന്നെ ഇത് ആരാണ് ഇതിന്റെ സംഗീത സംവിധായകൻ? ആരാണ് ലിറിക്സ് മ്യൂസിക് ചെയ്തത്? പണ്ഡിറ്റ് രവിശങ്കർ. അത് പണ്ഡിറ്റിന്റെ ഷോർട്ട് ഫോം ആണ്. അമ്മ കേക്കണ്ട, അമ്മ എന്നോട് PT എന്ന് പറയില്ല, പണ്ഡിറ്റ് എന്ന് പ്രത്യേകം പറഞ്ഞു വിട്ടിരുന്നല്ലേ? അല്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്. PT രമേശ് നാരായണൻ എന്ന് പറയുന്നെന്ന് ഓട്ടിച്ചിട്ട് തല്ലുവാണ് ആച്ചി. ഉറപ്പായിട്ടുള്ള കാര്യം.
പണ്ഡിറ്റ് രവിശങ്കർ. അന്നും വേണ്ട പറയാൻ. പണ്ഡിറ്റ് രവിശങ്കർജി. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി? ഇത് അദ്ദേഹം കമ്പോസ് ചെയ്തതാണ്. അദ്ദേഹം ഉഗ്ര പീസസ് പുള്ളി ഓർക്കസ്ട്രയൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മെയിൻ പണ്ഡിറ്റ് രവിശങ്കർ എന്ന് പറയുമ്പം എന്താണ്? അത് പണ്ഡിറ്റായിരുന്നു അദ്ദേഹം, പണ്ഡിതനായിരുന്നു. വേൾഡ് ഫേമസ് സിതാരിസ്റ്റാണ്. സിതാർ വായിക്കുന്ന ഒരു അസാധ്യ ഒരു മാന്ത്രികൻ. ഭാരതരത്ന അല്ലേ? പിന്നെ ഭാരതം ഉണ്ട്. അങ്ങനെ ഒരു അദ്ദേഹത്തിന്റെ പാട്ടാണ് മോള് പാടിയത്. പിന്നെ ഇത് ആരാ പാടിയേക്കുന്നത് അത് പറ. ലതാജി. ആരാ എഴുതിയത് അതും കൂടെ പറ. എഴുതിയത് ശൈലേന്ദ്ര സാർ. സാറ്. അപ്പൊ ഈ ഫിലിമോ? അനുരാധ 1960. എത്ര പഴയതാ. 60-ലെങ്ങാണ്ടുള്ള ഒരു പാട്ട് എടുത്തുകൊണ്ട് വന്ന് ഈ 6 വയസ്സുള്ള കൊച്ചു നിന്ന് ഇവിടെ കീറോട് കീറ്. സത്യം. അപ്പം ഈ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹം, ഇവരാരും ഇല്ല നമ്മളോടൊപ്പം ഇല്ല, ഇതിൻ്റെ പുറകിലുള്ളവരാരും. അപ്പം അവരുടെയൊക്കെ ഒരു അനുഗ്രഹം നോക്കുക, ആ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു ഇവിടെ. ഉഗ്രായിട്ട് പാടിയതാ. എനിക്ക് മക്കൾ പാടിയത് കുറേ ഇഷ്ടമായി. ഒരു മിനിറ്റ് നിൽക്കുന്നു. ബാങ്ക് ഓഫ് ശരത് ക്രെഡിറ്റിംഗ് ഇത്ര എമൗണ്ട്. ഗോൾഡൻ മൈക്ക് പോലെ ഒരു മൊമെന്റ് ആയിരുന്നില്ലേ? അതെ, അതിനേക്കാളും ഇത്രയോ നല്ല മൊമെന്റ്. സൂപ്പർ, ബ്യൂട്ടിഫുൾ മൊമെന്റ് ആയിരുന്നു. ചേച്ചി വൈകപ്പെണ്ണേ, എന്തോ നല്ല ഉടുപ്പ്, പള തിളങ്ങുന്ന ഉടുപ്പ്. എനിക്ക് ഇഷ്ടമുള്ള ഒരു കളറാണ് റാണി പിങ്ക്. റാണിയായിട്ട് നിന്ന് തിളങ്ങി ഇന്ന്. താങ്ക് യു ചേച്ചി. നന്നായി പാടി മോളെ. ഫാന്റാസ്റ്റിക് സോങ്. നല്ല നമ്മുടെ ഓർക്കസ്ട്രയുടെ ബാക്കിങ്ങോട് കൂടി കിടിലമാക്കി പൊളിച്ചു. പിന്നെ എന്താ ഇതിൽ പറയാം? എനിക്കിതിൽ ഞാൻ നോട്ട് ചെയ്ത 2-3 കാര്യങ്ങൾ. ഒന്ന്, മോള് വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം എഴുതിയത്. അത് കുറച്ച് നമുക്ക് ക്ലിയർ ആവണം എന്താ പാടുന്നത്. ലതാജി പാടുമ്പോൾ എത്ര ഫാസ്റ്റ് പാട്ട് എന്താണെങ്കിലും അവർ പാടുന്നത് നമുക്ക് ക്ലിയർ ആയി കേൾക്കാം. ആ ക്ലാരിറ്റി ഒന്ന് വരുത്തണം വാക്കുകൾക്ക്. ഓക്കെ, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നല്ല ഭംഗിയായിട്ട് പാടി, സുഖമായിട്ടുണ്ടായിരുന്നു കേൾക്കാൻ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ഓക്കെ, ഇത്രയും നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞ വൈഗ കുട്ടിയുടെ മാർക്ക്. ശരത് സാർ മോളെ എന്തോ 9.5 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു ശരത് സാർ. ചേച്ചി മോളെ എന്തോ 9.4 മാർക്സ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. ചേട്ടാ എത്രയായിരിക്കും ഉദ്ദേശിക്കാം. ഓക്കെ, ഓക്കെ, സോ ടോട്ടൽ 18.9. സൂപ്പർ. ഓക്കേടാ.